ഹലോ ഗൈസ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നും ഐസ്ക്രീം 3 ആയിട്ട് വന്നിരിക്കുന്നു. ഗൈസ് 3 വെൽക്കം ബാക്ക്. നമ്മൾ 1ത്തും 2ത്തും മാതിരി 3 കളിച്ചിട്ട് ഗൈസ് 3 ആദ്യമായിട്ട് കളിക്കാൻ പോകണമെന്നെ. കണ്ടുകണ് ഗെയിം പ്ലേ കണ്ടുകണ്, ഫുള്ള് കണ്ടിരുന്നു. ഈ ചെറിയ ചെറിയ സീനുകളൊക്കെ ആയിട്ടേ ഇതെന്ത് ചെക്ക് ഇതിൽ കഥ ഒന്നും അറിയില്ല. ഇതിൽ കേസിൻ്റെ അനിയൻ കുറേ കളിക്കണ്ടു, അതൊക്കെ അറിയാം. എന്തൊക്കെ കാട്ടിക്കപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഒന്നും കളിക്കുക. എനിക്ക് എക്സ്പ്ലോറേഷൻ അല്ല, നമ്മൾ നോർമൽ മോഡിൽ കളിക്കുന്നത്. ഹാർഡ് നൈറ്റ് മെയർ ഒന്നും വേണ്ട, നമുക്ക് നോർമൽ മതി. അപ്പോൾ സ്റ്റാർട്ട്. ഇതെന്താ ഇതിൻ്റെ കഥ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പരസ്യ I haven't seen Charlie or Liz in a couple days. The ice cream man hasn't showed up either. I hope at least Mike is okay. എടാ നമ്മളൊരു രക്ഷിച്ചല്ലേ, പിന്നും മിസ്സായാലോ. ഇതാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് അല്ലേ. എടാ ഇവിടെ ജനലും തുറക്കാറില്ല. ഇതാണ് ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ഇതാണ് ഡിസപ്പിയറൻസ്, ഐസ്ക്രീം 3. ഇതെന്താ ത്രിങ്സാ, മിസ്സിങ് ചാർലി. എനിക്ക് ചൈൽഡ് ആവും. ഇതെന്താ ഇത് എസ്കേപ്പിംഗ് ഫ്രം റോഡ് എന്തൊക്കെയല്ലേ പറയണേ. നമുക്ക് നോക്കണം. നമുക്ക് ഇവിടെ തുറക്കാൻ തരുന്നുണ്ട്. ട്രോഫിയാ നമുക്ക്. നമ്മളെ ചാർലിയും പോയി നിൽക്കണ ഫോട്ടോ ഒക്കെ. അടാ ഈ പ്രാവശ്യം ഈ ഡോർ തുറക്കണം. നമ്മൾ ആദ്യമായിട്ട് ഇവൻ്റെ വീടിൻ്റെ പുറത്ത് ഐസ്ക്രീമിൻ്റെ ആളെ സൗണ്ട് ഒക്കെ ഉണ്ടടാ. ആ വണ്ടിൻ്റെ ഈ ഡോറും തുറക്കാനില്ല. ഇവൻ്റെ വീട് അതിൻ്റെ കണ്ണ അടിപൊളി വീട്. ഇവൻ്റെ വീട്ടിൽ ഡോറും തുറക്കാനില്ലേ. ഇത് തുറക്കാൻ പറ്റും. ഇവിടെ എന്താ യൂട്യൂബ് ഇതിൻ്റെ ചാനലാണ് ഐസ്ക്രീം 3. അടിപൊളിയായിട്ട് അങ്ങനത്തെ ഫോട്ടോ ഒക്കെ വെച്ച്. ഏതെന്താ അവിടെ എടുക്കടാ ഈ കളയല്ലേ. ഇനി ഗ്ലിച്ചായി പോയിട്ട് വേണം. ഈ ഗെയിമിൽ പിന്നെ ഗ്ലിച്ച് ഉണ്ടാവില്ല. ഇവിടെ എന്താ തുറക്കാനുള്ളത്? റോഡ് പാട്ട് വരുന്നത്. അതാ റോഡ് എടാ അടിവേ മറ്റല്ലേ. എന്താണ് ഇവന്റെ പേരെ മറന്നുടാ. എന്താ മൈക്കിളാ അങ്ങനെ എന്തല്ലോ ഇവന്റെ പേര്. അതാ ലിസിനെ പ്രേമിക്കണ ആള്. മറ്റേ 2-ലാണ് കണ്ടല്ലോ ഇവനെ. എന്താ ക്യൂട്ടസ്റ്റാ. ഡർട്ടി വാൻ. ഇവൻ പറയണ ലിസ്റ്റിൽ ചെല്ലാം തട്ടിക്കൊണ്ടത് എന്നെ തോന്നുന്നുണ്ട്. ഷോർട്ട് ഗണാ. എന്ത് കണ്ണാടോ അവന്റെ. ഷോക്കൊക്കെ വരുന്നേ. പൊട്ടനാന്ന്. എടാ എന്താ എന്തൊക്കെ ഹെൽമെറ്റ് റഡാർ അവന് തല വെച്ചിരിക്കുന്നു. ഇവിടെ ഐസ്ക്രീം തീറ്റിക്കുയിനെ. ഐസ്ക്രീം ചെക്കൻ ചാവോ? വിഷം കളിച്ച ഐസ്ക്രീം. ഐസ്ക്രീമിന് എന്താ വിഷം കളിത്തിയോ? ഇവൻ പൊട്ടനാടാ. ചാവൻ പോണത്ത് വെരി ടേസ്റ്റി ഐസ്ക്രീമാ. ഇവൻ തടിയൊക്കണ്. അവൻ്റെ വിരലിൻ്റെ വണ്ണൊക്കെ നോക്ക്. ഫാറ്റ് ബോയ് ആയി. ഹലോ ചബ്ബി ബോയ്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവണേ. നമുക്ക് നമ്മുടെ കവണ എടുക്കണം. നമ്മളെ മെയിൻ ആയത് ഓരോ തലമണ്ട അടിച്ച് വിളിക്കണം നമുക്ക്. ബ്രൗൺ ആളിവിടെ. മൈക്ക് മൈക്സ് ഇലക്ട്രിക് റൈഫില്. ഇതെടുത്തിട്ട് ഇത് പൊളിക്കാന്ന്. റോഡിൽ കാണാനല്ല നമുക്ക്. ഇത് ഗണ്ണും ഈ അതറ വാഴ. കുടുങ്ങിയില്ല. കുടുങ്ങിയില്ല. അത്രേ ഉള്ളൂ. നമുക്ക് തീർത്തിട്ടേ വേഗം കടലിൽ പോകണം. നമുക്ക് മാൾക്ക് പോവാം. ഷോപ്പിംഗ് മാൾക്ക് പോവാം.
ഷോപ്പിംഗ് മാളിൽ നമുക്കൊന്ന് പോയിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് നമ്മളെ ഗ്രാനി ഷോപ്പൊക്കെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഷോപ്പിംഗ് മാൾ പോകും. ഗൈസ് ഞാൻ ഗ്രാനി ഷോപ്പ് എന്താ വിടാത്തത്? ഞാൻ 10 ദിവസം വിട്ടിട്ട് എന്താ വെച്ചാൽ ഒരു ലോങ് ഗെയിം കേസ് കുറേ വട്ടം കളിച്ച ചത്ത് ഭയങ്കര എന്താ മനസ്സിലാണ്. ഭയങ്കര ലോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ്, 1 മണിക്കൂറൊക്കെ എടുത്ത് കളിക്കണം. ഇതെന്തടാ ഒരു ഐസ്ക്രീം ആളെ ഫോട്ടോ അല്ലേ ഇത്? ചബ്ബി പോയി എന്ത് എടാ റോഡാ, ഈ തടിയ റോഡാണ്. അതാരാ പറയണേ? You have to come back. Oh, this has an explanation, Rod. No. Rod? Rod? Well, in that case, Fishing rod ആണ്. it ഇത് has കത്ത been കൊടുക്കണ്ടല്ലോ. written by our own The road ഹൗസ് റെഡ് കറ്റും ഒന്ന് മനസ്സിലാണ് കേസ്. എന്തൊക്കെയോ ഭാഷകളൊക്കെ എഴുതിച്ചിരുന്നു അതിൽ. നമ്മളിപ്പോൾ ഷോപ്പിംഗ് മാളിൽ നമ്മളെ ഗണ്ണ് നിൽക്കണം. നമുക്ക് നേരോടാ ഗ്രാഫിക്സ് ഒക്കെടാ അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ അല്ലേ. റോഡെവിടെ? അതാ വാഴ എവിടെയാണ്? നമ്മളെ കാണാണ്ട വാഴ. നമുക്കിതിൻ്റെ മുകളിൽ കയറാം. ഇവിടെ എന്താ പരിപാടിയാവോ? അവിടെ എന്താ മോട്ടർ ഷോപ്പ്? ഇവിടെ തിളങ്ങി കാണുന്നില്ല. ഓപ്പണിംഗ് സോണ് മാൻഡീസ്. ഇവിടെ എന്താ ഓപ്ഷൻ ഉണ്ടല്ലോ? ഇത് തുറക്കണ. ഇവിടെ എന്താ ഫിഷിംഗ് റോഡ്? അവിടെ ഉള്ളിൽ കയറാ, അവിടെ ഉള്ളിൽ കയറാ. അവിടെ ഇങ്ങനെ കുനിഞ്ഞ് കയറണം നമ്മൾ. ഞാൻ ചെയ്യുമ്പോൾ ഗ്ലിച്ചായിന്ന്. അവിടെ നമുക്ക് ഈ സാധനം പിടിക്കണം. ഷവലെടുക്കാൻ പറയണം. നമുക്കിത് അങ്ങോട്ട് ഇടാം. ഓ അതിന് ഗ്ലിച്ചായി പോലെ. ഈ ഗെയിമിൽ പിന്നെ ഗ്ലിച്ചാവിടെ നീ ഇതിട്ട് പേടിക്കണം. അത്ര നല്ല ഗെയിം. നമുക്ക് ഇവരെ ഈ ഗെയിമിൻ്റെ കമ്പനി അല്ല ഇഷ്ടമാണ്. ഫിഷിംഗ് റോഡ് ഇതിപ്പോൾ എന്തിനാണാവോ? വെറുതെ എന്തെങ്കിലും എന്തെങ്കിലും എടുക്കാനുള്ള ആവശ്യത്തിനാവും. അതൊരു റോഡ് അവിടുന്ന് വരുന്നു. നമുക്ക് ഇവിടുന്ന് വേറെ ഇറങ്ങാം. നമ്മളെ ഇതിവിടെ ഈ കൈക്കോട്ട് വേണ്ട ഇത് കിട്ടിട്ടേ അതാ റോഡ് ഇറങ്ങണ്. ഈ ഫിഷിംഗ് റോഡ് നമുക്ക് നമ്മളെ വണ്ടി തന്നെ ഇടുക. ഇതെന്തെങ്കിലും ആവശ്യം വരുന്ന സാധനം തന്നെ ആവും. ആടെ മൈക്സ് കിഡ്നാപ്പ് നമുക്ക് അറിയാലോ. ഇനി നമുക്ക് എങ്ങടെ പോവാ? സ്റ്റാൾക്ക് വേണ്ട. നെയ്ബർഹുഡ്ക്ക് അവിടെ ക്യാമ്പിങ് സെയിൽ ഫോർ ഓഫാ. ക്യാമ്പിങ്. ഓ ക്യാമ്പിങ് സൈറ്റ്. എടാ അതാരാ ആരാ? എടാ ആരോ അങ്ങോട്ട് ഓടി. എടാ അവിടെ ഗ്ലിച്ചായ ഇതെന്തമ്പോ ആടാ അതിന് ശവലാണ്. പക്ഷെ ഒരാളങ്ങോട്ട് ഓടിയടാ. കയറ്റി പറയാം. ഒരാളങ്ങോട്ട് ഓടി. നമുക്ക് ശവൽ എടുക്കേണ്ടി വരും കേട്ടോ. ശവലെടുത്ത് ഇവിടെ ഫുള്ളും കുഴിക്കേണ്ടി വരും. എന്തൊക്കെ ഐറ്റംസ് ആടാ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളൊക്കെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? എന്തെങ്ങനെ കുഴിച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ കുഴിച്ചോ. എടാ എന്തോ കിട്ടി ലക്കില്. കീ ഓഫ് ദ ട്രീ ഹൗസ്. ആ ട്രീ ഹൗസാ? എടാ ട്രീ ഹൗസിൻ്റെ ഏത് ഭാഗ്യത്തിനാടാ അവിടുന്ന് തന്നെ കിട്ടിയത്? ഒന്ന് കുളിക്കണ്ടല്ലോ നീ. ആടാ വാഴ അവിടുന്ന് വരണടാ. നമ്മളെ ഗ്രാനിലൊക്കെ 5 ഡേയ് അതിൻ്റെ കണ്ടടിയടാ. BGM ആണ് നോക്കടാ. നമ്മളെ ഗ്രാനിലൊക്കെ 5 ഡേയ്. ഇതിലാകെ 3 ഡേ ഉള്ളു. മുകളിലുണ്ടാ അങ്ങനെ വാഴ ഈ സൗണ്ടിലൊക്കെ അതോ അറിഞ്ഞില്ല വാഴ. ഇവിടെ വേറെ റൈറ്റ് ചെയ്യല്ലോ. ഇവിടെ വേറെ കുഴപ്പമൊന്നും ചെയ്യാന്നാ പറയണേ. ഒന്നോ എന്ത് കേരളട അവൻ കയറുന്നു? എടാ അത് സൗണ്ട് കിട്ടിയില്ലേ? ഇതെന്താ വുഡൻ? ആടാ ഒരു 2 ഐറ്റം. ആടാ അതിൽ വെക്കണ കുതിരല്ലേ? ആടാ ഇതേമാതിരി 3 കൂടി വെക്കണം. അപ്പം ഇതിനുള്ളിലല്ലേ ആവും എന്തെങ്കിലും കളിയില്ലേ? ഇതെന്താ ഫയർ ക്രാക്കർ? ആവശ്യം വരും എടുത്തേക്കാം. വാഴ എവിടെയാണ്?
ഓ ഈ ഗെയിമൊക്കെ ലോങ് ഉണ്ടാവും തോന്നുന്നു കേട്ടാ. നമുക്കിതിൻ്റെ ബാക്കിലൊക്കെ പോയേക്കാം. ഗെയിം ലോങ് ഉണ്ടാവും തോന്നുന്നുണ്ട്. എടാ ഇതാരാ കാലി? It's you? എടാ ഇത് രണ്ട് കണ്ണ് ഇതാരാ? What happened the other ലിസ്സാണത്. day? How do you think of jumping with a van running? ലിസ് എന്താ എടുക്കണേ? You are a brute. Get out of here. എന്തേ? Jay, നമ്മൾ ഇവിടെ എന്തോ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. what happened the other day? How do you think of jumping with a van running? ഓ How? So that was what Charlie wanted to tell me? Where is he? I mean, is he okay? എടാ എനിക്ക് തോന്നുന്നു ഇവിടെ സംസാരിച്ച് എന്തെങ്കിലും കിട്ടും നമുക്ക്. എടാ നമ്മള് ഇവിടെ എന്തോ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോ ഇവിടെ നമ്മള് പിന്നാലെ വരാന്ന് പറഞ്ഞു. വാ വാ എടാ ഇനി ഇതിങ്ങനെ പതുക്കൊന്ന് സ്പീഡിൽ വാ പെണ്ണേ. എടാ ഇതിങ്ങനെ നമ്മളെ വണ്ടി കയറണ അതിനിപ്പോ എന്തിനാ നമ്മള് കൊണ്ടുപോണ്? വാ ഇതിപ്പോ എന്ത് ശല്യമല്ലോ. എന്നാ നിന്റെ കൂടെ നടക്കണം. ഇതിക്ക് എന്താ കണ്ണിയ്യ നമ്മുടെ പിന്നാലെ വന്നാലെന്താ? ഇത് തള്ളയാണ്. ഇതിന് നടക്കാനൊന്നും വയ്യ. അല്ല കുനിയാനൊന്നും വയ്യ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്നും വരാൻ വയ്യ. ഇതിനിങ്ങനെ കൊണ്ടുവരണം നമ്മൾ. ഒന്ന് വേഗം വന്ന ആ പുല്ലൊക്കെ എടുത്ത് മാറ്റി നല്ല ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കണ മാതിരി ചില പ്രാന്തടിപ്പിക്കാനും വേഗം വന്നാൽ തള്ളേ. അതാ റോഡിൻ്റെ അണ്ണാക്കി പോയിക്കണ്. അതാ റോഡിൻ്റെ അടുത്ത് പോണ്. റോഡിൻ്റെ വിളിച്ചാക്കി അവള് ഇങ്ങോട്ടാ പെണ്ണേ. ഇവിടെ കുരുപ്പ. ഓ റോഡിൻ്റെ ഒക്കെ ഞങ്ങൾ നമ്മൾ രക്ഷിക്കണം അവിടെ. ആ ക്രാക്കർ എന്തിനാടാ നമുക്ക്? അതിൻ്റെ നിർബന്ധമാണ് തോന്നുന്നുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഈ ഗെയിം നല്ല ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇതിനുള്ളിൽ കയറിയാ അങ്ങനെ സ്വന്തമായി കയറി പഠിക്ക്. അവിടെ 28% എപ്പോഴും ഫുള്ളായിട്ടുള്ളടാ. അപ്പോൾ ഈ ഗെയിം അത്യാവശ്യം ലോങ് ആവും ഉറപ്പാ. അത്യാവശ്യം ലോങ്ങിൽ പോവും ചിലപ്പോൾ ഈ ഗെയിം. ഇവൾ ഇതിനുള്ളിൽ കയറി വരുന്നത് അതിപ്പോൾ എന്തിനാ? നമുക്കിനി മെട്രോ സ്റ്റേഷൻ നല്ല വില. നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇനി മെട്രോ കയറി എങ്ങോട്ടും പോവാം. എന്തായാലും വാഴ എവിടെയെന്ന് അറിയില്ല. ഇതെന്താ അവിടെ ബ്രേക്ക്? ഇതിനെന്നെ അവിടെ ഫയർ ക്രാക്കേഴ്സ്. ഓ എന്തൊക്കെ ആയിട്ട് അവിടെ ഫയർ ക്രാക്കർ. അത് നമുക്ക് വേണം. നമ്മളെ ട്രാപ്പ് ഉണ്ടല്ലോടാ. ട്രാപ്പിൽ ഓടിനെ കൊല്ലാൻ പറ്റുമോ? അയ്യോ ഓ എടാ ഫയർ ക്രാക്കറാ പൊട്ടിയണ്ട ഉള്ളില്ല. എടാ എന്താ ഒരു നമ്പർ 291 പറഞ്ഞേ. ഇങ്ങനെ പോയാ ഇവിടെ ഞാൻ എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്തോ ഐറ്റം കിടക്കണല്ലോ. ഇവർക്കിപ്പോൾ ഇങ്ങനെ ഇറങ്ങുക. അവിടെ ഇവിടെ വഴി നീയേ. ഇവിടെ തുറക്കാനില്ല. എടാ ഇതെന്തൊക്കെ നമ്പർ ഇടാ അവിടെ? ഇവിടെ എന്തൊരു കോഡുണ്ട്. ഇതിപ്പോൾ എന്താ അടിക്കുക? എന്തൊരു കോഡാണ്. നമുക്ക് അപ്പുറത്ത് കൂടെ ഇത് പോവാട്ടാ. അങ്ങനെ അപ്പുറത്ത് എത്തി നമ്മള്. എടാ എന്താണ് അവിടെ എന്താണ് ചോദിക്കുന്നത്? എടാ റോഡ് എന്താ കാട്ടിൽ അവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ട്രാപ്പിട്ട് വന്നാലോ? അവിടെ 30 സെക്കൻഡ് റോഡ് ഉണ്ടാവൂലെന്ന്. ഇതെന്താ ബൈസൈക്കിളാ? ഇത് ഉറങ്ങാനല്ല കെടുക്കാനുള്ള സ്ഥലം. ഇത് നമുക്ക് അതിൽ കൊണ്ടിടുക. കേസിൻ്റെ ഒരു പ്ലാൻ എന്താ പറയുക? നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നമ്മളെ കണ്ടി കൊണ്ടിടുക. ആവശ്യമാണെന്ന് തോന്നുന്ന ഐറ്റംസൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുക. നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ഐറ്റംസൊക്കെ ഞാൻ വണ്ടി ഇടാൻ പോവുക. അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ വണ്ടി ഇട്ടിട്ട് അടങ്ങുള്ളൂ. കാരണം ആവശ്യം വരും. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ക്രാക്കർ ആവശ്യം വന്നേ.
അങ്ങനെ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ നോക്കട്ടെ. ട്രെയിനിൻ്റെ ഉള്ളിൽ എടാ അയ്യോ എടാ ചത്ത ഒരു ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാളിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എടാ ഇവിടെ ഗണ്ണ് ലോക്കിന് വിറ്റ കീയാ. ഇവിടെ സീസർ കിട്ടി നമുക്ക് കട്ട് ചെയ്യാം. വേന്ന് പോട്ടെ അനുസരിച്ച്. എടാ റോഡതെടാ. കിളവൻ അവിടെ ഈ റോഡ് മനസ്സിലെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. കാരണം അവിടെ എന്തൊരു വഴി ഉണ്ടല്ലോ. തൽക്കാലം ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെ പോകണം. എന്നിട്ട് അവിടെ എന്തോ ട്രെയിനിൽ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മളെ ഗണ്ണെടുത്ത് പോവാം, താവളെടുത്ത് പോവാം. അവിടെ ഇതാരാടാ കന്യാസ്ത്രീകള്. എനിക്കൊന്ന് വേഗം എടുക്കാൻ. കുറെ കന്യാസ്ത്രീകളെ അതിൽ കുട്ടിയുണ്ട്. നമ്മളെ കവണ വിടറാ സ്ക്രീൻഷോട്ട്. ഒരാമുള്ളൂ അത് നമ്മൾ വക വെക്കണ്ട. അത് ഏറ്റവും നമ്മൾ പോകും. അവിടെ 30 സെക്കൻഡ് ഇത്രയോട്ട് കഴിഞ്ഞാ ആ കഴിയും. അടാടാ മാത്രമേ ഉള്ളൂ. എൻ്റെ തലമണ്ട കൊണ്ട് ഇട്ടതായി ബ്രെയിൻ ഫ്രീസ് ചെയ്യാ. എടാ ട്രങ്ക് കീ എന്താ ആടെ ഇത് ഉറക്കാള കീ. എടാ എന്തോന്ന് കിട്ടില്ല കീ. എടാ തൊപ്പിയും ഷൂ. അതിപ്പോൾ എന്തിനാ നമുക്ക് തൊപ്പി ഷൂ അത്ര. എടാ ആ ട്രങ്ക് കീ ഒക്കെ തുറക്കണമെങ്കിൽ അത് അത്ര ഇമ്പോർട്ട് ഐറ്റം ആവൂലേ ആവും. അതുകൊണ്ട് നമ്മൾ ഈ സാധനം കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ പോവാതെ ഒരു സ്ഥലമുണ്ട് സർക്കസ്, അവിടെ പോയേക്കാം. എന്നാലും ആ ട്രങ്ക് കേക്ക് എടുത്തിട്ട് തുറന്നിട്ട് എന്തിനാടാ ഈ സാധനത്തിനൊക്കെ അടക്കട. നമ്മളെ ഒരു കാര്യം തോന്നണ്ട എന്താ അറിയോ, നമ്മൾ ആ കോടി അത് നമ്മളവിടെ അടിച്ചു കൊടുത്താലോ 291 പറഞ്ഞ് അത് അടിച്ചു കൊടുക്കുക. നമ്മൾ റോഡിൻ്റെ ഇവിടെ എന്തൊരു ഐറ്റം കണ്ടല്ലോ. അത് അവിടെ 291 അടിച്ച് എന്തോ ഉണ്ടാവും. 9 അതാ 9. അയ്യോ എന്നാ കൊളയടാ. 2 9 ആടാ എന്താ എടാ പാളം മാറി. എടാ റെയിൽവേൻ്റെ എന്താ പാളം മാറിയില്ല. അപ്പോൾ അവിടെ പാളം മാറി. എന്താ ഉണ്ടായത് കറക്റ്റ് അറിയില്ല. അവിടെ നമ്മൾ ഇവിടെ എത്തിയടാ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നോക്കി കുതിര നിർക്ക്. അയ്യോ 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 എടാ. അപ്പം നമ്മൾ ചെയ്തെന്താ അറിയോ, അതിപ്പോൾ നമ്മൾ പാളം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഇങ്ങോട്ടൊന്ന് നമ്മളടിച്ച് കൊല്ലൂ. നമ്മൾ കണ്ടിട്ട് കേട്ടത് കണ്ടാ ട്രെയിൻ പോണത്. ഞാൻ സത്യം വരെ പേടിച്ചു വരും. എടുക്കെടുക്ക് ഓ കിട്ടിയടാ ഐറ്റം. അവിടെ ഈ വാഴ നമ്മുടെ തലേക്ക് ഇതിട്ടിട്ട് പോവാ. ഇവനക്കാണെങ്കിൽ ഇവൻ്റെ ഗ്രാനീൻ്റെ കാര്യമല്ല, തലക്ക് എന്തിട്ടാലും അവൻ്റെ ബോധം പോവും. നമുക്കങ്ങനെ 3ാമത്തതും കിട്ടിയടാ ഈ ഐറ്റം. നമ്മളീ പോവാത്തൊരു സ്ഥലം ഉണ്ടല്ലോ. 3ാമത്തല്ല 2ാമത്തെ മാറിപ്പോയി. സർക്കസ് പോകണം. നമുക്ക് ഈ ഐറ്റം ഇവിടെ പോലെ വിചാരിക്കണ്. നമുക്കിനി അവിടെ ആരെ പോയി അവിടുന്ന് ആരാണ്ട് ഓടി. അവിടെ ഒരാൾ കിടക്കണതറാ. അവിടെ ഈ ഐസ്ക്രീമിൻ്റെ ആളുണ്ടായിട്ട് ഊർക്കം വലിച്ചെടുക്കാമല്ലോ. അവിടെ അയാളെയൊക്കെ എന്തോ കീ ഉണ്ട്. കോൾഡ് ഷെൽ
എടാ കോൾഡ് ആ തൊപ്പിയും ഷൂ കൊടുക്കേണ്ടി വരും. ആൾക്കണ്ട രണ്ടും ഇയ്യ. എടാ നമ്മൾ എടുത്ത് വെക്കണ നന്നായില്ലേ. കോൾഡ് ഷൂ ആണ്, കോൾഡ് ഷെൽട്ടർ അങ്ങനെ എന്താ പറയുക, ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണം ഒരാൾക്ക്. നമുക്ക് ഈ സാധനം കൊടുത്തു നോക്കാം. ഇതന്നെ ഒരാൾക്ക് കൊടുക്കണ്ടി. നമുക്ക് കൊടുത്താൽ കീ എന്തിനും കിട്ടും. നമുക്ക് കീ എന്തിനാ നമുക്കറിയില്ല. വളരെ തണുത്തുറങ്ങിക്കണല്ലേ. അവിടെ 42% നമ്മൾ കളി തീർത്ത്. നമുക്കെന്തോ സർക്കസ് കീയാ എന്തോ കീ കിട്ടി. എടാ മരണം കണ്ടറ ഫ്രണ്ടിൽ ഞാൻ. എൻ്റെ മരണം എങ്ങനെ വന്നാൽ കണ്ട്. മരണം നമുക്ക് റോഡ് കാണിച്ചു തരടാ. അത് ഇവിടൊക്കെ എന്താ അവിടെ വിളിച്ചിക്ക. അത്ര റോഡ് പോയി. അവിടെ ഇവിടെ തുറക്ക. ഈ ഉടുപ്പ് എന്ത് നമ്മൾ തുറന്ന് എന്താ കക്കൂസ് കരിക്കാനാ തുറന്ന്. ആടാ എടാ മോനെ ലക്ക് 3ാമത്തെ ഐറ്റം കിട്ടി. ആടാ എന്ത് ലക്കടാ 3ാമത്തെ ഐറ്റം കിട്ടി നമുക്ക്. അല്ല 3ാമത്തെ ഐറ്റം കിട്ടിയില്ല. ഇത് നമുക്ക് കൊണ്ടിടാ. അല്ലാ നമുക്ക് ആ ബിൽഡിങ്ങിന് മുകളിൽ പോയേക്കാം. അയ്യോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ കയറും. ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറാം. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിരുന്ന ഇതിൻ്റെ മുകളിൽ കയറണം. ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയാൽ എന്തോ സീക്രട്ട് ഉണ്ടെന്നൊക്കെ അറിയാന്. എന്താ ഉള്ളത് നോക്കണല്ലോ. അയ്യോ ചാവുന്നിയല്ല. അയ്യോ എടാ എടി ഇവന് ഇവിടെ ഇതാരാ ചാർലി. എടാ ഇക്കറിയില്ലടാ. ആടെ ഇവൻ നമ്മൾ ഈസിയായി കൺവിൻസ് ചെയ്തറാ. അവള് ലിസ്റ്റിൽ അത്ര പണിയെടുത്തില്ല. പക്ഷെ ഇവൻ നീ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടണം. അല്ലെങ്കിൽ കൊണ്ടണ പണിക്ക് തീരെ ഇഷ്ടമല്ല. ഇവർക്ക് തീരെ ആവതിയാടാ. അവിടെ നിൽക്കണോക്കടാ. കണ്ണി ഇവര് പെട്ടി മൂടിയിലെ കണ്ണാണത്. അവിടെ ഇവരിങ്ങനെ ഒളിച്ച് താമസിക്കാണ്. എന്താ റോഡിൻ്റെ സ്പൈ ചെയ്യണമെന്നുണ്ട് ഇവര്. അങ്ങനത്തെ സീക്രട്ട് ഉണ്ട് കേട്ടാ. നമുക്കിങ്ങനെ വരാൻ പതുക്കെ പതുക്കെ പോവാം. നമുക്ക് അവിടെ ഇവർക്ക് എന്താ ബുദ്ധി എങ്ങോട്ട് വന്നാ. ഈ വഴി കൂടി ഈ വഴി കൂടി സിമ്പിളാ. എടാ എന്തിടാ എടാ വേടാ ചാർലി മോനെ. വന്ന വഴീനെ ഓടിക്കുക. അവിടെ കൂടി റോഡ് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് വേഗം വാടാ. അതിക്കൂടി റോഡ് വരുന്നുണ്ട്. അവിടെ ഒന്ന് വേഗം വാടാ മോനെ. അതിക്കൂടി റോഡ് വന്നീന്ന്. അതാക്കണ് ഇതിൽ കൂടിയാ. അപ്പം മോൻ്റെ അതിക്കൂടി തന്നെ പോയി. അവിടെ എന്ത് കഷ്ടടാ. റോഡ് പോയ ഗ്യാപ്പാണ്. പോണ ഗ്യാപ്പാണ്. എടാ ഇവനാണ് സ്പീഡിൽ വരടാ. എടാ എനിക്കിങ്ങനെ വെയ്യടാ ഇങ്ങനെ നിൽക്കാന്. ഇവനെന്തോ വണ്ടി കയറ്റുന്ന കാര്യമുണ്ട്. എന്തിനാ വണ്ടി കയറുന്നറിയില്ല. എന്തോ വണ്ടി കയറ്റണം നമ്മൾ വരെ. ഞാൻ സ്വന്തമായിട്ട് കയറില്ലേ. ഞാൻ സ്വന്തമായിട്ട് കയറിക്കോളൂ. ഞാൻ സ്വന്തമായിട്ട് കയറാനുള്ള ബുദ്ധിയൊക്കെ വരക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് ഈ 2 സാധനങ്ങളായിട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ഈ ഐറ്റംസ് തന്നെ കൊണ്ടിടാം. നമ്മൾ 3 വെച്ച് 4ാമത്തെ എവിടെ ഒരു പിടുത്തേടാ. നമുക്ക് ആ ഫിഷിംഗ് റോഡ് എന്തിനാണ് ആവശ്യം വന്നിട്ടില്ല. ആടാ നമ്മളൊരു സാധനം നോക്കാൻ പറഞ്ഞടാ. മാളിന് മോട്ടോ ഷോപ്സ് മോട്ടോ ബൈക്സ് പറഞ്ഞ സംഭവം അത് തുറക്കണേ നമ്മൾ. അവിടെ ഞാൻ എന്തിനാ ഈ സാധനം പിടിച്ചു വരുന്നത്. വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കിയതാ. അത് സാധനം കയ്യിൽ നിന്ന് മോട്ടോർ ഷോപ്പ് എന്ന് പറഞ്ഞേ.
ലിഫ്റ്റ് ബ്ലൈൻഡ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ വണ്ടി വരേ ലിഫ്റ്റ് ബ്ലൈൻഡ് ചെയ്യാൻ. എന്തേലൊക്കെ വെറുതെ ഇങ്ങനെ ചെയ്യുക. ആടാ ഇതിൻ്റെ അടിയുണ്ടാ ഇത് പ്രസ്സുള്ള സാധനം ഉണ്ടടാ. ആ സാധനത്തിൽ വർക്കാവുന്നു ഇപ്പോൾ ഇടുക. എനിക്ക് എവിടെ സൗണ്ട് ഉണ്ടാക്കിയത് റോഡിൻ്റെ വിളിക്കുക. അവിടെ സൗണ്ട് ഇട്ടിട്ട് റോഡിക്ക് വരാൻ നിൽക്കുക. ഇത് എന്തേ ശരിക്കും തുറന്നിട്ട് എന്നുള്ള ഗുണമൊന്നും അറിയില്ല. അയ്യോ അവിടെ ഒരു ബൈക്ക്. ഇത് ഓടിക്കാൻ പറ്റുമോ? അവിടെ ഓടിക്കാൻ പറ്റൂടാ. അയ്യോ അവിടെ ഓടിക്കാൻ പറ്റൂ. അയ്യോ അവിടെ ഓടിക്കാൻ പറ്റൂ. പക്ഷെ ഓടിച്ചിട്ടെന്താ കാര്യം? ഇത് കൺട്രോൾ ഇച്ചിരി മോശാടാ. ഇത് എന്താ ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്തോ നെക്കാണ്ടല്ലോ. ഇവിടെ എന്താ എന്ത് സംഭവം എന്താ? അടി ഇവനെന്തോ അവിടെ എന്തോ ഒരു ഗെയിം പറഞ്ഞടാ. ആടാ അവിടെ ചെക്ക് പോയിന്റ് ഒക്കെ. ഇവിടെ പോടാ. ഇത് ഭ്രാന്ത് വരണ്ട. ഇതിന്റെ കൺട്രോള് അവിടെ ഇവിടത്തൊക്കെ പോണ്ടിത്. ഇത് എങ്ങനെ പോണ്ടടാ? ഇത് എങ്ങനെ കൺട്രോളിൽ കിട്ടണേക്ക്? ഇത് എന്തോ ഒരു ഇതിൽ പോവുക മനുഷ്യ. എടാ അതിൻ്റെ ഇട റോഡിന് സഹിക്കണ്ട നമ്മള്. ഈ റോഡൊക്കെ വഴി വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അയ്യോ അടാ റോഡ് അതെ കളിച്ച് ഓർഡർ നമ്മള്. അവിടെ ഒന്ന് പോടാ വാഴ. ഒന്ന് പോടാ കാല് പിടിക്കാൻ. ഇങ്ങനെ കൺട്രോള് തീരെ പറ്റണിടാ. എടാ അതും കൂടി നമ്മൾ പറ്റണിടാ ഗെയിം. എന്ത് വെരി ഗുഡ്. അവിടെ ഈ റോഡാടാ. ഈ റോഡ് നമ്മൾ കല്ല് ഡിസ്റ്റർബ് ചെയ്യാൻ വരടാ. റോഡ് ഇന്നെന്താ ചെയ്യാ? അവിടെ ക്രൗബാറ്. അതല്ല കൊടുക്കാനാണ്. ഇവിടെ എന്താ ശരിക്കും ചെയ്യേണ്ടത്? ഒരു കേസ് എനിക്ക് ചെയ്യേണ്ടി വന്നു. ഇവിടെ പൊളിക്കണം. ഈ ആരോ മാർക്ക് നോക്കിയിട്ട് വേണം കളിക്കാൻ. അതൊക്കെ വേറെ നിവർത്തി ചെയ്യുന്നടാ. ഇത് ചെയ്യാതെ വേറെ നിവർത്തി ചെയ്യുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതെ വേറെ നിവർത്തി ചെയ്യുക. അയ്യോ ഇനിക്ക് ഇങ്ങനെ ചെയ്യാതെ വേറെ നിവർത്തി ചെയ്യുക. ഇവിടെ കൊല്ലും ഞാൻ.
എൻ്റെ തലേക്ക് റോഡ് എടുത്തെറിയും പോയിക്കോടാ. ഈ കളിയിൽ റോഡ് ഭയങ്കര പ്രശ്നമാണ്. ഫൈനലി ഞാൻ നടത്തി. ഇത് കളി ജയിച്ചടാ. എനിക്ക് എന്തോ കിട്ടുന്നുണ്ട്. എടാ നമ്മളെ കുതിരേൻ്റെ സാധനം കിട്ടി. എടാ കളി വിജയിച്ചു എന്ന് പറയാൻ. ഞാൻ പറഞ്ഞില്ലേ ഗെയിം 30 മിനിറ്റ് കളിച്ചു. ഭയങ്കര ലോങ് എന്നാ പറഞ്ഞില്ല നിങ്ങളോട്. നമുക്ക് ക്യാമ്പിങ് സൈറ്റിൽ പോകാം. ഗൈസ് നമ്മളിവിടെ ഇതാക്കണോ. ഇവിടെ കറണ്ട് പോയി ഗൈസ് ചേർത്തായിട്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ സംസാരിക്കാം. നമ്മളിനി ഇതും കൂടി ഇട്ടാൽ ചിലപ്പോൾ ഗെയിം എൻ്റെ ആവുമെന്ന് തോന്നുന്നു. അറിയില്ല ഞാൻ എന്തൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവൻ്റെ കയറേണ്ട ഇവനക്ക് എത്ര ഇപ്പം സ്റ്റാമിന കിട്ടുന്നു. 10 തുറന്നു. എടാ കേജിക്ക് എസ്കേപ്പ് ടൈം. ഇറ്റ്സ് ടൈം ടു എസ്കേപ്പ് ഗൈസ്. നമ്മൾ അതറാ വാഴ നെയ്ബർഹുഡ് കാണുന്ന സംഭവം. ഇതോടെ തുറന്നു. മൈക്കിന്റെ മുഖത്തിന് പ്രശ്നം. ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. അതാ അവൻ കണ്ടു. ഇയാടെ റോഡെല്ലാരും ഐസാക്കിയാ. അത് നമ്മളെത്തിടിയേ തീർത്തിട്ട് ഇറങ്ങിപ്പോവാൻ ഇറങ്ങി. ഓരെ കൊണ്ടുപോയി റോഡിൽ. This is a serious problem. I have to come up with a definitive plan. അവിടെ ഗെയിം ഇപ്പോൾ 92% വർക്കായിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. I was only interested in chubby kids. I have no choice. I'm gonna have to replicate that special ice cream to fatten myself up. ഇതെന്താ? It looks like it worked. Fine. All that's left is to let Rod kidnap me. I hope to see my friends soon. അവിടെ ഫ്രണ്ട്സിനെ തട്ടിക്കൊണ്ടുപോയി. പിന്നെ നമ്മളെന്താ ചെയ്യണ്ടേ? നെയ്ല ആടാ. അവിടെ ഇനിയും ഗെയിം കംപ്ലീറ്റ് ആയി ചെയ്യുക. എന്തൊക്കെ ഉണ്ട് ഇനി പരിപാടി? അത് ഐസ്ക്രീമിൻ്റെ അവിടെ ഞങ്ങൾ പോയി പീഡിയ എടുക്കാൻ പോവാണ്. പീഡിയ എടുത്തിട്ട് ആടെ ഇപ്പോഴാണ് ഗെയിം കംപ്ലീറ്റ് ആയി. അവിടെ എന്താ ശരിക്കും സംഭവിച്ചു? വേറെ ഗെയിം കംപ്ലീറ്റ് ആയി. അടിപൊളി ഗെയിം. അവിടെ എവിടെണ്ണ ഗെയിമിൽ. അപ്പോൾ ഗൈസ് ഇനി നേരിട്ട് ഇവൻ്റെ റോഡിൻ്റെ ഫാക്ടറി പോയിട്ടുള്ള തല്ല കേസ് ഇനി നടക്കാൻ പോകും, യുദ്ധം. അപ്പോൾ നമ്മളിനി ഐസ്ക്രീം 4 ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ഇടും, സംശയിക്കണ്ട, എന്തായാലും ഇടും. അപ്പോൾ അവിടെ ഇതിൽ എവിലെണ്ണൊക്കെ ഉണ്ടോ ഗെയിമിൽ? എന്നെ കേട്ടുകണേ എവിലെണ്ണൊക്കെ ഇവൻ്റെ അമ്മയുണ്ട് അങ്ങനെയൊക്കെ പറയണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ പേയാണ്. അപ്പോൾ ഇതിൻ്റെ 4 ഇടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ അതിൻ്റെ പേയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.